നമസ്കാരം സുഹൃത്തുക്കളെ. കുട്ടിക്കാലം മുതൽ നമ്മളെ എന്തിനാണ് നിരന്തരം കഠിനാധ്വാനം ചെയ്യാൻ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, രാവും പകലും പരിശ്രമിക്കുക, ഒരിക്കലും നിൽക്കാതിരിക്കുക. ഇതാണോ ജീവിതത്തിന്റെ യഥാർത്ഥ താക്കോൽ? രാവും പകലും കഷ്ടപ്പെടുന്നവർ മാത്രമാണോ വിജയിക്കുന്നത്? അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ എന്തുകൊണ്ടാണ് എപ്പോഴും ജോലി ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ചിലർ കുറഞ്ഞ പ്രയത്നം കൊണ്ട് ഉന്നതിയിലെത്തുന്നത്, അതേസമയം മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ദുരിതത്തിൽ നിന്ന് കരകയറാത്തത് എന്തുകൊണ്ട്? നിങ്ങളും എപ്പോഴെങ്കിലും സ്വയം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മടിയുടെ കലയെക്കുറിച്ചാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയേക്കാം. ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് പലപ്പോഴും ബിസിനസ് ഉടമകളോ നിക്ഷേപകരോ ആണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അവർ രാവും പകലും ജോലിയിൽ മുഴുകിയിരിക്കുകയാണോ? ഒരിക്കലുമില്ല. അവർക്ക് കുറഞ്ഞ പ്രയത്നത്തിൽ കൂടുതൽ നേടാൻ സഹായിക്കുന്ന സംവിധാനങ്ങളും തന്ത്രങ്ങളുമുണ്ട്. ഇതാണ് കഠിനാധ്വാനവും വിവേകവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം. ഇനി സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും വലിയ മാറ്റമൊന്നും വരുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തുടർച്ചയായി ജോലി ചെയ്ത് ക്ഷീണം തോന്നുന്നുണ്ടോ? ഈ തിരക്കേറിയ ലോകത്ത് അല്പം വിശ്രമം എന്നതൊരു സ്വപ്നമായി മാറിയോ? അങ്ങനെയെങ്കിൽ ഒന്നറിയുക, മടിയനായിരിക്കുന്നത് ഒരു പാപമല്ല, അതൊരു കലയാണ്. ആ കല വിവേകത്തോടെ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അധ്യായം 1. മടിയന്മാർ ശരിക്കും ഉപയോഗശൂന്യരാണോ? ഈ അധ്യായത്തിൽ മടിയന്മാർ വ്യക്തിയെ ഉപയോഗശൂന്യരായും കഠിനാധ്വാനിയെ വിജയത്തിന്റെ ഉറപ്പായിട്ടും കാണുന്ന പരമ്പരാഗത സാമൂഹിക ചിന്തയെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഇതാണോ യാഥാർത്ഥ്യം? ഈ ചാപ്റ്ററിൽ പറയുന്ന പ്രധാന ആശയങ്ങൾ ഇതാണ്. മടി ഒരു മോശം ശീലമാണെന്നും കഠിനാധ്വാനം ചെയ്യുന്നവർ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകൂ എന്നുമാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ രാവും പകലും കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും ഉൽപാദനക്ഷമതയുള്ളവനാണോ? ആലോചിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുന്നയാൾ വെറും മടിയനാണോ? അജയ്, വിജയ് എന്നിവരുടെ കഥ. അജയ് കഠിനാധ്വാനിയായിരുന്നു. എല്ലാ ദിവസവും നേരത്തെ ഓഫീസിൽ വരികയും വൈകി മാത്രം പോവുകയും എല്ലാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വിജയ് ഓഫീസിൽ വൈകി വരികയും കുറഞ്ഞ സമയം മാത്രം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവന്റെ പ്രകടനം എപ്പോഴും മികച്ചതായിരുന്നു. കാരണം അജയ് എല്ലാ ജോലിയും സ്വയം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വിജയ് തന്റെ ജോലികൾ സ്മാർട്ടായിട്ട് ഓട്ടോമേറ്റ് ചെയ്യുകയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. സ്മാർട്ടായ മടിയന്മാർ യഥാർത്ഥത്തിൽ ഉപയോഗശൂന്യരല്ല. കഠിനാധ്വാനം കൊണ്ട് മറ്റുള്ളവർക്ക് നേടാൻ കഴിയാത്തത് അവർ നേടിയെടുക്കുന്നു. യഥാർത്ഥ വ്യത്യാസം പ്രവർത്തന രീതിയിലും മാനസികാവസ്ഥയിലുമാണ്. എപ്പോഴും തിരക്കിലായിരിക്കുന്നത് വിജയത്തിന്റെ ഉറപ്പല്ല, വിവേകത്തോടെ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ താക്കോൽ. അധ്യായം 2. സ്മാർട്ട് പ്രൊക്രാസ്റ്റിനേഷൻ, വിവേകത്തോടെ നീട്ടിവയ്ക്കൽ. ഈ അധ്യായത്തിൽ സാധാരണയായി മോശമായി കരുതുന്ന നീട്ടിവയ്ക്കൽ എന്ന ശീലത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലാം എപ്പോഴും നീട്ടിവെക്കുന്നത് ദോഷകരമാണോ? ആകണമെന്നില്ല. പ്രധാന ആശയങ്ങൾ 5 മിനിറ്റിന് ശേഷം ചെയ്യാം എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആ 5 മിനിറ്റ് ഒരിക്കലും അവസാനിക്കാറുമില്ല. എന്നാൽ എല്ലായ്പ്പോഴും ജോലി നീട്ടിവെക്കുന്നത് മടിയല്ല. ചിലപ്പോൾ അത് തലച്ചോറിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. നമ്മുടെ ഉപബോധ മനസ്സ് ആ നീട്ടിവെച്ച ജോലിയെക്കുറിച്ച് പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സ്മാർട്ട് പ്രൊക്രാസ്റ്റിനേഷൻ? ഒരു ജോലി കൂടുതൽ മികച്ച ചിന്തയോടും ഊർജത്തോടും കൂടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം അത് നീട്ടിവെക്കുമ്പോൾ അതൊരു തന്ത്രമാണ് എന്ന് പറയുന്നു. ഇതിനെയാണ് സ്മാർട്ട് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു എഴുത്തുകാരന് തന്റെ പുസ്തകത്തിൽ പുതിയ അധ്യായം എഴുതാൻ കഴിഞ്ഞില്ല. അയാൾ നിർബന്ധിച്ചിരുന്നു നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. അയാൾ ആ ജോലി കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ച് സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി. പുതിയ സംഭാഷണങ്ങളും അനുഭവങ്ങളും മാനസികമായ വിശ്രമവും കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആശയങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഉപസംഹാരം: സ്മാർട്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു കുറവല്ല, മറിച്ച് ഫലപ്രദമായ ഒരു തന്ത്രമാണ്. നിങ്ങൾ മനഃപൂർവ്വം ഇത് ചെയ്യുമ്പോൾ ചിന്തിക്കാനും മെച്ചപ്പെട്ട ആശയങ്ങൾ കണ്ടെത്താനും സമയം ലഭിക്കുന്നു. അധ്യായം 3. കുറഞ്ഞ പ്രയത്നം കൂടിയ ഫലം. ഈ അധ്യായത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് വിജയത്തിന്റെ ഉറപ്പല്ലെന്ന് പറയുന്നു. കുറഞ്ഞ പ്രയത്നത്തിൽ കൂടുതൽ ഫലങ്ങൾ നേടാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ വിജയം ലഭിക്കുന്നത്. ഈ ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങൾ ഇതാണ്. ചിലർ രാവും പകലും കഷ്ടപ്പെടുന്നു, പക്ഷേ വളരെ കുറച്ച് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. മറ്റു ചിലർ പരിമിതമായ സമയത്തിലും ഊർജത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഈ വ്യത്യാസം തന്ത്രം, മുൻഗണന, സംവിധാനം എന്നിവയുടേതാണ്. പ്രധാന തന്ത്രമാണ് പരേറ്റോ തത്വം, 80-20 പ്രിൻസിപ്പിൾ. 80% ഫലങ്ങളും വരുന്നത് നിങ്ങളുടെ 20% പ്രധാന പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഈ നിയമം ഉപയോഗിച്ച് നിങ്ങളുടെ പ്രയത്നം ശരിയായ ദിശയിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും. 3 സ്മാർട്ട് വഴികളാണ് ഇതിനുള്ളത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുക, യഥാർത്ഥ ഫലം നൽകുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമത്തേത് ഓട്ടോമേഷനാണ്. ആവർത്തിച്ച് ചെയ്യേണ്ട ജോലികൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യുക. അടുത്താണ് ഡെലിഗേറ്റ് ചെയ്യുക. മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ അവരെ ഏൽപ്പിക്കുക.
വിജയം പ്രയത്നത്തിന്റെ അളവിലല്ല, അതിന്റെ ദിശയിലും ഗുണമേന്മയിലുമാണ്. തിരക്കിലായിരിക്കുന്നതിനേക്കാൾ പ്രധാനം ഉത്പാദനക്ഷമതയുള്ളവരായിരിക്കുന്നതാണ്. അധ്യായം 4. കഠിനാധ്വാനത്തിന് ബദൽ തന്ത്രമാണ്. കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് എപ്പോഴും ശരിയാണോ? കഠിനാധ്വാനം മാത്രമാണ് ജീവിതത്തിന്റെ താക്കോലെങ്കിൽ ഓരോ തൊഴിലാളിയും ഇന്ന് സമ്പന്നനാകുമായിരുന്നു. കഠിനാധ്വാനം മാത്രമല്ല, ശരിയായ തന്ത്രം, സ്മാർട്ടായ ചിന്ത, ശരിയായ ദിശയിലുള്ള പ്രവർത്തനം എന്നിവയാണ് യഥാർത്ഥ വിജയത്തിന്റെ താക്കോൽ. യുഗം മാറിക്കഴിഞ്ഞു. ഇന്ന് കഠിനാധ്വാനം എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, ഓട്ടോമേഷൻ സ്വീകരിക്കുക, ശരിയായ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുക എന്നിവയാണ്. ഒരു കർഷകൻ 24 മണിക്കൂറും നിലം ഉഴാൻ വിളവ് നേരത്തെ ലഭിക്കില്ല. നിലം ഉഴുതാൽ വിളവ് നേരത്തെ ലഭിക്കില്ല. ശരിയായ സമയത്തും ശരിയായ രീതിയിലും പ്രയത്നിക്കുമ്പോഴാണ് ഫലം ലഭിക്കുന്നത്. കഠിനാധ്വാനം അത്യാവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനം ദിശാബോധവും തന്ത്രവുമാണ്. അതിവേഗം ഓടിയതുകൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്തണം എന്നില്ല. ദിശ ശരിയായിരിക്കണം. അധ്യായം 5. ഒന്നും ചെയ്യാതിരിക്കുന്നതിന്റെ ശക്തി. ഒന്നും ചെയ്യാത്തവൻ സമയം പാഴാക്കുന്നു എന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ യഥാർത്ഥ സത്യം മറിച്ചാണ്. പ്രധാന ആശയങ്ങൾ ഇതാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറ് ആഴത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏറ്റവും മികച്ച ആശയങ്ങളും ഉൾക്കാഴ്ചകളും പരിഹാരങ്ങളും ഉണ്ടാകുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്നത് മടിയല്ല, മറിച്ച് ചിന്തിക്കാനും റീചാർജ് ചെയ്യാനും സർഗാത്മക വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. ഇനി ചില ഉദാഹരണങ്ങൾ പറയാം. ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് ആശയം ലഭിക്കുമ്പോൾ അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഐൻസ്റ്റൈനും തന്റെ വലിയ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്ന പലപ്പോഴും തനിച്ചിരുന്ന ആഴത്തിൽ ആലോചിക്കുമ്പോഴായിരുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്നതിന്റെ യഥാർത്ഥ ശക്തി. ഇങ്ങനെ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജിലായിരിക്കുമ്പോൾ, നിങ്ങൾ സർഗാത്മകതയെ ഉണർത്തുന്നു. ഇത് നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകളും പരിഹാരവും നൽകുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിനെ റീസെറ്റ് ചെയ്യുകയും പുതുക്കുകയും ചെയ്യുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു കലയും തന്ത്രവുമാണ്. ചിലപ്പോൾ ഒന്ന് നിർത്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. അതിനാൽ അടുത്ത തവണ നിങ്ങൾ വിശ്രമിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തരുത്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത വലിയ ആശയം അവിടെ നിന്നായിരിക്കും ജനിക്കുന്നത്. കഠിനാധ്വാനമല്ല, വിവേകമാണ് യഥാർത്ഥ താക്കോൽ. നിങ്ങൾ ഇതുവരെ രാവും പകലും കഷ്ടപ്പെടുന്നത് മാത്രമാണ് വിജയത്തിന് ഉറപ്പ് എന്ന് വിശ്വസിച്ചെങ്കിൽ ആ ചിന്ത മാറ്റാനുള്ള സമയമാണിത്. എപ്പോഴും തിരക്കിലായിരിക്കേണ്ട ആവശ്യമില്ല. സ്മാർട്ട് പ്ലാനിംഗ്, ഓട്ടോമേഷൻ, ശ്രദ്ധ എന്നിവയിലൂടെയാണ് വിജയം വരുന്നത്. ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വീണ്ടും ഉണർത്താനുള്ള അവസരം നൽകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.